ഹലോ, നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ, അതായത് 5/4/2025 കഥയാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ, ഈ നമ്മളുടെ രവി എന്താ ഇങ്ങനെ ആലോചിക്കുന്നതാണ് ചന്ദ്രനെ പോയി പെണ്ണ് കണ്ടതും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്ര നിന്ന് കേട്ട് അയ്യോ ആകെപ്പാടെ എന്താ പറയുക, ആകെ ഇങ്ങനെ ഐസ് പോലെ ആയി. അപ്പോൾ പറയുക, പണ്ട് കണ്ട അതുപോലെ തന്നെയാണ്, ഒരു മാറ്റം വന്നിട്ടില്ല, ഇത്തിരി തടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇപ്പോഴും സുന്ദരി തന്നെയാണ് എൻ്റെ ചന്ദ്ര എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് പോയി, ഐസായി ഒലിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താ പറയുക, നമ്മളുടെ വർഷ ശ്രീകാന്തിനെ വിടാൻ പ്ലാനില്ല. വർഷ പോയിട്ട് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ്, പിന്നെ ചേച്ചി പറയൂ, ശ്രുതി ചേച്ചി പറയൂ, സുധിയേട്ടനെ ഫസ്റ്റ് കണ്ടത് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, എന്താ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ആകെ പെട്ടിരിക്കുക. അപ്പോൾ പറയും, അതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ശ്രുതി ആദ്യം കണ്ടത് പറയുമ്പോൾ അത് വർഷേച്ചിക്ക് ഓർമ്മ, എന്താണ് ശ്രുതി ചേച്ചിക്ക് ഓർമ്മയില്ലേ എന്ന് വയ്ക്കും. വർഷ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് കണ്ടത് ശ്രുതി ഏതൊരു ബ്ലൂ പ്രിൻ്റഡ് ഷർട്ടും, ബ്ലൂ പ്രിൻ്റഡിനെ തോന്നുന്നു കേട്ടോ, ഷർട്ടും പിന്നെ അതുപോലെ ഒരു യെല്ലോ ക്രീം കളർ പാൻറ്റും ആയിരുന്നു, ഓഫീസിൽ നിന്നാണ് ഞാൻ കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കണ്ടോ ശ്രീകാന്തെ കണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ എന്നൊക്കെ. പിന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ട്, ശ്രീകാന്തിന് മാത്രമേ ഓർമ്മ ഉള്ളൂ ഫസ്റ്റ് കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതെന്ത് പറ്റി, അവരെന്താ ഇപ്പോൾ ഇതൊക്കെ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഒരു ചിരിയും ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആരോടെ ഫോണിൽ ചെയ്യണം, ഇപ്പോൾ ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ഞാൻ വേറെ ജോലിക്ക് ട്രൈ ചെയ്യേണ്ടത്, ഇതിൽ നല്ലത് കിട്ടി ഞാൻ അങ്ങോട്ട് മാറുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയേട്ടാ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് വർഷ. അപ്പോഴേക്കും ഫോണ് കയ്യിൽ നിന്ന് പോവുക. അപ്പോൾ പറയാം, എന്താന്ന് നോക്കിയപ്പോൾ, എന്തിനാ ഏട്ടനിങ്ങനെ പേടിക്കുന്നതെന്ന് പറയുമ്പോൾ, അല്ല ഞാൻ ഫോണിൽ സംസാരിക്കുക, എന്താ നിങ്ങൾ വന്നത് പറയുമ്പോൾ, ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ വർഷ അറിയും, നീ ഉണ്ടായിരിക്കും ഞാൻ പറയാം. അപ്പോൾ പിന്നെ സുധിയേട്ടൻ വർഷേച്ചീനെ ഫസ്റ്റ് കണ്ടത് ഓർമ്മയുണ്ടോ, ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്, ഇപ്പോൾ ശ്രീകാന്ത് കൈ കൊണ്ട് കാണിക്കും ഇല്ല എന്ന് പറയാൻ. അപ്പോൾ നീ എന്താടാ ടാറ്റ കാണിക്കുന്നത് ചോദിക്കും സുധി. എന്നറിയാം അപ്പോൾ ശ്രീകാന്ത്. അപ്പോൾ പറയും, പിന്നെ അപ്പോൾ വർഷം അങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, ഞാൻ അവളെ കണ്ടത് പിന്നെന്താന്ന് അറിയും, പിന്നെ അവൾ അന്നിട്ട ഡ്രസ്സും ഒക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതി. അത് പറയുമ്പോഴേക്കിനെ എന്നായി പോയി ശ്രീകാന്ത്, ഇന്ന് എൻ്റെ കാര്യം കട്ടപ്പകയെന്ന് ഇങ്ങനെ പറയും ചെയ്യും കേട്ടോ. അപ്പോൾ പറയും, എല്ലാവർക്കും ഓർമ്മയുണ്ട്, എന്താ അപ്പോൾ അത് നോക്കുമ്പോൾ ഒന്നുമില്ല അറിയും. എല്ലാവർക്കും ഓർമ്മയുണ്ട്, നിനക്ക് മാത്രം തന്നെ ഓർമ്മയുള്ളൂ ആദ്യം കണ്ട ഓർമ്മയില്ലാത്തത് ആദ്യം കണ്ട ദിവസം എന്നൊക്കെ പറഞ്ഞ വർഷ നമ്മുടെ ശ്രീകാന്തിനെ പൊരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർ താഴ്ത്ത് ചെല്ലുമ്പോൾ എന്താ ചന്ദ്രൻ നിന്നിങ്ങനെ കാപ്പി ആർക്കുണ്ട് അവിടെ ഇരുന്നിട്ട്, നേരെ ഓപ്പോസിറ്റ് രവി. അവരിങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിലാണ്, ഭാര്യയും ഭർത്താവും ആദ്യമായിട്ട് കണ്ട പോലെയാണ് അവരുടെ കാട്ടിക്കൂട്ടലുകൾ. അതിലിങ്ങനെ ചായ ആറ്റുന്നതും ഒക്കെ അങ്ങനെ നോക്കുക. അപ്പോൾ കാപ്പി ഇങ്ങനെ ആറ്റി കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ ഇങ്ങനെ രവീനെ നോക്കിയിട്ട്. രവി ഒരു പ്രത്യേക ഭാവത്തിൽ ചന്ദ്രനെ ഇങ്ങനെ നോക്കുക. അപ്പോൾ അത് കാണുകയാണ് വർഷയും ശ്രീകാന്തും. കാരണം അവർ വന്നത് പോലും ഇവർ അറിഞ്ഞിട്ടില്ല, ഇവർ ഏതോ ലോകത്താണ്, അറിഞ്ഞിട്ട് തന്നെയല്ല. അതിൽ കണ്ടു പഠിക്കുക പറഞ്ഞിട്ട് ശ്രീകാന്തിനൊരു പിച്ചാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് എന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മളെ വർഷ അവൻ്റെ വായും പൊത്തിയും കൊണ്ട് പോവുകയാണ് അകത്തേക്ക്. അപ്പോൾ കണ്ടോ അവരും കൂടി എന്തൊരു സ്നേഹത്തില്ല, നിനക്ക് മാത്രം ഒന്നും ഓർമ്മയില്ല, നീ തീരെ റൊമാൻറ്റിക്കല്ല, അപ്പടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചീത്ത പറയുകയാണ് കേട്ടോ വർഷ. അപ്പോൾ പറയുക, അതുകൊണ്ട് പിന്നെ നീ ഇന്ന് എനിക്ക് വേണ്ടി ചിലവിടണം, നിനക്ക് ഇന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഡിന്നർ ഞാൻ ചെയ്യാം, പിന്നെ എന്താ വേണ്ടതെന്ന് വയ്ക്കുമ്പോൾ അതൊന്നുമല്ല കാര്യം, പിന്നെ എന്താണെന്ന് വയ്ക്കും, ഇന്ന് നീ എന്നെ അവിടെ ഓഫീസ് കൊണ്ടാക്കി തരണം, പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടാക്കി തരണം എന്ന് പറയാണ് വർഷ. അപ്പോൾ പറയും, സ്റ്റുഡിയോയിൽ കൊണ്ടാക്കി തരാം, അതിനിപ്പോൾ എന്താ അറിയാം, പക്ഷേ ബൈക്കിലല്ല എന്ന് പറയും. പിന്നെ എന്നെ നോക്കിട്ടോ സൈക്കിളിലെന്ന് പറയും. സൈക്കിളിലോ, അതൊന്നും ശരിയാവില്ല അറിയാം, എത്ര ചവിട്ടണം, എന്നെ കൊണ്ട് പറ്റണം, എന്നെ അതിൽ സൈക്കിളിൽ വേണം ഇന്ന് നീ സ്റ്റുഡിയോയിൽ കൊണ്ടാക്കി തരാൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയും, പിന്നെ വർഷേ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം വേറെ ഏതെങ്കിലും ഞാൻ ഓർഡർ ചെയ്ത് തരും, സൈക്കിളിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയും. പറ്റില്ല ശ്രീകാന്ത്, എന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി സൈക്കിളിലാണ്
ഞാൻ പിറകിലിരിക്കും, നീ സൈക്കിൾ ഓടിക്കുകയും ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അവസാനം ശരി ഏറ്റു എന്നറിയും, പെട്ട പോലെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പാർക്കിൽ ആൻ്റണി വന്ന് ദേഷ്യപ്പെട്ട് പോയല്ലോ ഇവരടുത്തൊക്കെ കൂടെ, പിന്നെ 3 ദിവസത്തിനുള്ളിൽ പൈസ തിരിച്ചടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എല്ലാവരും മഹേഷ് ഒഴികെ ബാക്കി എല്ലാവരും ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടാണ് ശ്രീകാന്തിനല്ലോ സച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് ചെല്ലുന്നത്. സച്ചി ചെല്ലുമ്പോൾ എന്താടാ എന്ത് പറ്റി, എല്ലാവരും ആകെപ്പാടെ ഒരു മൂഡ് ഓഫിലാണല്ലോ, എന്ത് പറ്റി പറഞ്ഞിട്ട് ചെല്ലുക. പറയും നീ കാരണമാണ് പിന്നെ ഇപ്പോൾ ആൻ്റണിക്ക് 3 ദിവസത്തിനുള്ളിൽ പൈസ തിരിച്ചു കൊടുക്കണം, നീ നിൻ്റെ ദേഷ്യം പിന്നെ കുറയ്ക്കുമെന്ന് പറയുമ്പോൾ അവൻ്റെ കൈ കളി ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറയും. അതെ, നീ ഇങ്ങനെ തല്ലി ഓടിക്കും എന്നിട്ട് പറയും ഇപ്പോൾ ഞങ്ങളാണ് ആകെ പെട്ടത്, ഇത് ഓടിച്ചിട്ട് തന്നെ കുടുംബം നേരാവണ്ണം കൊണ്ടുപോകുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അടവുകൾ മാസം അടയ്ക്കണം, അതിനോട് ഇപ്പോൾ പെട്ടെന്ന് അടവും പൈസയും പലിശയും മുതലും കൂടി തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ സച്ചി എന്നൊക്കെ പറയാണ്. നീ കാരണമാണ്, നീ അന്ന് അവനെ തല്ലിയതാണ് പ്രശ്നം, അത് അവൻ പറയുകയും ചെയ്തു പറയും. അപ്പോൾ മഹേഷ് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കണേടാ എന്താ ചെയ്യാകെ പ്രശ്നമായല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും വല്ല വഴിയുണ്ടോ ഇതിൽ, ഇതാണ് സച്ചി ആലോചിക്കുന്നത്. അപ്പോൾ പറയും ഇനി എന്താ ചെയ്യുക, ഞങ്ങളാകെ പെട്ടു എന്നൊക്കെ പറയാം. നീ നിൻ്റെ ദേഷ്യം കുറയ്ക്കുക, നീ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ഞങ്ങളുടെ മുന്നിൽ നിന്നൊക്കെ ചെയ്തു തരാനാണ്, പക്ഷേ അതിപ്പോൾ ഇങ്ങനൊരു പ്രശ്നമായല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ അവിടുന്ന് സച്ചി പോരുകയാണ് ആൻ്റണിയുടെ ഓഫീസിലേക്ക്. അപ്പോൾ ആൻ്റണി ഇതുപോലെ അവിടെ 2 ഗുണ്ടകൾ നിൽക്കുന്നുണ്ട്, അവൻ്റെ കൂടെ പാർക്കിൽ വന്ന ഗുണ്ടകളാണ്. അപ്പോൾ അവന്മാരോട് പറയുന്നുണ്ട് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 2 അടി അടിച്ചോ, എന്നിട്ടെങ്കിലും അപ്പോഴേ ഒരു പേടി ഉണ്ടാവുള്ളൂ, എന്നിട്ട് കാശ് മേടിക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് പറയുമ്പോഴാണ് സച്ചി ചെല്ലുന്നത്. അപ്പോൾ സച്ചി നീ വാ, നീ നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചത്, ഇപ്പോഴെങ്കിലും നീ വാ ഇരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പറയും പിന്നെ എന്താണ് സച്ചി പറയുന്നുണ്ട്, മറ്റേ നിൻ്റെ എല്ലാ കൊള്ളരുതായകൾക്കും അറിയാം, പിന്നെ അങ്ങോട്ട് നീ ശരത്തിനെ വിടണം, ശരത്തിനെ നീ കൂട്ടുപിടിക്കരുത്, അവനെ നീ നശിപ്പിക്കരുത് എന്നൊക്കെ പറയും. ഞാൻ ആരെയും കൂട്ടൊന്നും പിടിക്കില്ല, അവൻ എൻ്റെ കൂടെയാണ് നടക്കുന്നത്, ഞാൻ അവനെ നശിപ്പിക്കുന്നില്ല, അവന് ഞാൻ ജോലിയാണ് കൊടുത്തത്, അവന് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്, പിന്നെന്താ പറയുക. അപ്പോൾ പിന്നെ പറയും എന്താണ് നീ അവനെ കൂടെ നിർത്തും, എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ നീ കൊണ്ടുപോയിടും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് നിൻ്റെ തോന്നലാണ്, ഞാൻ അവനെ എൻ്റെ ഓഫീസിലാണ് നിർത്തിയിരിക്കുന്നത്, നല്ല സാലറിയും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. പറയും നീയാണ് അന്ന് എൻ്റെ അമ്മയുടെ ബാഗ് അവനെ കൊണ്ടല്ലേ തട്ടിപ്പറിച്ചത്, അവനല്ലേ കട്ടെടുത്തത്, അതിന് ആ പൈസയൊക്കെ വാങ്ങിയത് നീ അവനെ കൊണ്ട് ചെയ്യിച്ചതല്ലേ, നീ എന്താ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അപ്പോൾ പറയും ആൻ്റണി പറയും നീ കാരണം എന്നെ കാർ പാർക്കിലുള്ളവർക്കൊന്നും ഒരു വിലയില്ലാണ്ടായിട്ടുണ്ട്, നീ കാരണമാണ്, നീ അവരുടെ മുന്നിലിട്ട് എന്നെ തല്ലിയതുകൊണ്ടാണ് അവർക്കൊന്നും എന്നെ ഒരു വിലയില്ലാത്തത്, ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ പറയും എനിക്ക് ഇതിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം, നിനക്ക് എന്ത് വന്നാലും നിനക്കൊരു പ്രശ്നവുമില്ല. ആൻ്റണി പറയുന്നതാണ് സച്ചിയോട്, നിനക്ക് എന്ത് വന്നാലും നിനക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ നിന്നെ ബന്ധപ്പെട്ടവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകാരായാലും ശരി വീട്ടുകാരായാലും ശരി അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിൻ്റെ സ്വഭാവം മാറും, അങ്ങോട്ട് നിൻ്റെ മർമ്മം തന്നെ ഞാൻ തല്ലിയണത്. അപ്പോൾ നീ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും നീ ഇവിടെ വന്നില്ലേ, ഇതുവരെ വന്നില്ലേ, അതിനിടയ്ക്ക് കുറേ സംഭാഷണങ്ങളുണ്ട് കേട്ടോ, അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുണ്ട്. ശരത്തിനെ വെറുതെ വിടാൻ വേണ്ടി പറയുന്നുണ്ട്, നമ്മളുടെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഇയാൾ വിട്ടുകൊടുക്കില്ല, ഇയാൾ ശരത്തിനെ വിടില്ല, ശരത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇയാളുടെ. പക്ഷേ അയാൾ പറയുന്നത് ഞാൻ അയാൾ ജോലി കൊടുത്തു, ഞാൻ സാലറി കൊടുത്തു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമല്ല ആൻ്റണിയുടെ കൂടെ ജോലി ചെയ്യാനുള്ളത്. അപ്പോൾ പറയും ശരി നീ എന്തായാലും ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം, നിൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഇത് അവരെ ഞാൻ വെറുതെ വിടാം, കാരണം അവർ മാസട പോലെ തന്നോട്ടെ, പക്ഷെ ഞാൻ നാളെ അവിടെ പാർക്കിൽ വരുമ്പോൾ നീ അവിടെ എന്നോട് പബ്ലിക്കായിട്ട് മാപ്പ് പറയണം, അതാണ് അവർക്ക് വേണ്ടി നീ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം അപ്പോൾ അവരുടെ നിന്ന് പലിശ മാത്രമേ വാങ്ങുള്ളൂ, മുതൽ വാങ്ങില്ല, വാങ്ങിച്ച മീൻസ് പലിശ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നീ എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവിടുന്ന് സച്ചി നീച്ച് പോയി, സച്ചി അതിനൊന്നും മറുപടി പറയണില്ല. അതിന് ഡോറ് തുറക്കാൻ നിൽക്കുമ്പോൾ പറയും നാളെ 12 മണിക്ക് ഞാനവിടെ വരുമ്പോൾ നീ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയും. അങ്ങനെ ആൻ്റണിയോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറയണം. അതിന് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഗുണ്ടകളൊക്കെ കുറേ ചിരിക്കുകയാണ് അവിടെ നിന്നിട്ട് കേട്ടോ, പിന്നെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ. അപ്പോൾ ഇവന്മാർ പറയുന്നത് നിങ്ങളെന്തിനാ പൈസ വാങ്ങി സച്ചി ചോദിക്കുമ്പോൾ പറയും അവിടെ ഇവിടെയും പേപ്പറിൽ കണ്ടിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇവർ, വായിച്ചു പോലും നോക്കാണ്ടാണ് ഇവർ ഒപ്പിട്ട് കൊടുത്ത് കാശ് മേടിക്കുന്നത്. അതിലെന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ, അതൊന്നും നോക്കും കൂടെ ചെയ്യാണ്ടാണ് ഇവർ കാശ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന്
പോവുകയാണ് കേട്ടോ, സച്ചി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് വർഷേനെ സൈക്കിളിൽ ഇരുത്തി ചവിട്ടിക്കൊണ്ട് പോകുന്നത്. അവനോട് വർഷ എനിക്കിത് ശരിയാവില്ല, കുറേ കാലമായില്ലേ സൈക്കിളൊക്കെ ഓടിച്ചിട്ട്, അങ്ങോട്ട് എൻ്റെ ടച്ച് വിട്ടണു, അതുമല്ല നിനക്ക് ഭയങ്കര വെയിറ്റാണെന്നൊക്കെ പറയും. നീ എന്നെ കുറ്റം പറയേണ്ടത്, നീ ബോഡി ഷേമിങ് നടത്തില്ല അറിയാം, നീ ബോഡി ഷേമിങ് അല്ല, നീ നല്ല തീറ്റ തിന്നുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൽ വിളിച്ച് അത് ഇതെന്ന് ഓർഡർ ചെയ്തിട്ട് നീ കണ്ടതൊക്കെ തിന്നിട്ടാണ് നിനക്ക് ഇത്ര തടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും തിന്നുന്നില്ല, ഞാൻ സ്ലിം ബ്യൂട്ടിയാണ്, നിനക്ക് ചവിട്ടാൻ വയ്യാഞ്ഞിട്ടാണെന്നൊക്കെ ഇങ്ങനെ വർഷം അറിയണം. അപ്പോൾ പറയും ഒന്നുമല്ല, നിനക്ക് നല്ല തടിയുണ്ട്, നീ മല ചുമക്കും പോലെ ഇപ്പം ഞാൻ നിന്നെ ചുമന്നും കൊണ്ട് വരുന്നത് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒന്നും വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയും. വേണം, നിനക്കുള്ള പനിഷ്മെൻറ്റാണ് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാളും കൂടെ വരുന്നത്. അവസാനം വർഷം അറിയുമ്പോൾ സൈക്കിൾ നിർത്തുന്ന പറയും. അപ്പോൾ പറയും എന്തിനാന്ന് നോക്കി, നിർത്ത്, നീ ഇറങ്ങ്, ഞാൻ ചവിട്ടും സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ നീ പിന്നിലിരുന്നാൽ മതി പറയും. എന്നെ കൊണ്ട് പറ്റുമോ, നീ വീഴു കേട്ടോ, വെറുതെ വേണ്ട എന്നൊക്കെ അങ്ങനെ ഇവൻ പറയുന്നുണ്ട്, ശ്രീകാന്ത് പറയുന്നുണ്ട്. നീ പിന്നിലിരിക്കുകയാണ്. അപ്പോൾ അവളുടെ കയ്യിൽ ബാഗ് അവൻ്റെ കൈ കൊടുക്കും, ഇത് പിടിച്ച് നീ പിന്നിലിരിക്കുക, ഞാൻ സൈക്കിൾ ഓടിച്ചോളാം എന്നറിയും. അങ്ങനെ സൈക്കിള് വർഷ ചവിട്ടി വരികയാണ്. അപ്പോൾ നീ നന്നായി സ്പീഡിലൊക്കെ ചവിട്ടുന്നുണ്ടല്ലോ പറയും. അതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ വലിയ പോസാക്കിയിട്ട് അവനെ സൈക്കിളിൻ്റെ പിന്നിരുത്തി ഇവള് അസലായിട്ട് സൈക്കിൾ ഓടിച്ച് വരുമ്പോൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവളെ അച്ഛൻ കാണുകയാണ്. അച്ഛനെ ഇവള് കാണുന്നില്ല, പക്ഷേ അച്ഛനും അമ്മയും ഇവളെ കാണുന്നുണ്ട്. അപ്പോൾ നീ കണ്ടോ പോണത് സൈക്കിളിൻ്റെ മുകളിൽ, സാധാരണ ഒരു പാചകക്കാരൻ്റെ പിന്നാലെ പോയാൽ ഇതാവും അവളുടെ അവസ്ഥ എന്ന് പറയും. അപ്പോൾ അവളുടെ അമ്മ പറയും, അവനൊരു ബൈക്ക് ഉണ്ടായിരുന്നല്ലോ, ആ ബൈക്ക് അവിടെ, അവൻ നല്ല ബൈക്ക് അടവ് തെറ്റിയിട്ട് പിടിച്ചും കൊണ്ട് പോയിട്ടുണ്ടാവും, എന്നിട്ട് സൈക്കിളിലാണ് പോണത്, നാളെ അവൾ നടന്നു പോകുന്നത് കാണാം, അവളുടെ വിധിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആഡംബര കാറിൽ യാത്ര ചെയ്യേണ്ട കുട്ടിയാണ്, കണ്ടില്ലേ ഇപ്പോൾ പോണത് എന്നൊക്കെ പറയും. ഞാൻ വിളിക്കാം, അവളെ അറിയുമ്പോൾ വേണ്ട വിളിക്കണ്ട, ഇപ്പോൾ വിളിച്ചാൽ ഞാൻ അവളോട് സംസാരിക്കേണ്ടി വരും, നീ അവളെ വിളിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് വർഷയുടെ അച്ഛൻ. അപ്പോൾ പറയും എത്ര നാൾ നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കും എന്നറിയും. അപ്പോൾ ഇങ്ങനെ പോട്ടെ, നമ്മളെ നാണം കെടുത്തി പോയതല്ലേ, അനുഭവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നീയല്ലേ പറഞ്ഞത് അവനെ അവളെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ, എന്നിട്ട് നിങ്ങൾക്ക് സാധിച്ചോ എന്നറിയും. കുറച്ച് സമയം കൂടെ വേണം എനിക്ക്, ഞാൻ അവർ രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടുവരും എന്നിങ്ങനെ പറയുകയാണ്. ശ്രീകാന്തിനെയും വർഷേനെയും വീട്ടിലേക്ക് കൊണ്ടുവരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും തലയിലെഴുത്ത്, അല്ലാണ്ട് എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ സച്ചിയും രേവതിയും കൂടെ കിടക്കാനുള്ള പരിപാടിയാണ്, കിടന്നുറങ്ങാനുള്ള പരിപാടി. അപ്പോൾ സച്ചി മോളിക്കും പോവും, രേവതി അപ്പോൾ രണ്ടാളും ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്, മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. രേവതി കയ്യിൽ ബോട്ടിലിങ്ങനെ മുറുക്കടക്കിച്ചിട്ട് ഇവനിങ്ങനെ നോക്കുകയാണ്, ദേഷ്യം വന്ന പോലെ നമ്മുടെ സച്ചിനെ. ഒന്നും മിണ്ടുന്നില്ല, സച്ചിക്കൊന്നും പറയാൻ നിവർത്തിയില്ല. അങ്ങനെ അവളവിടെ ഹാളിലും കിടക്കുന്നുണ്ട്, സച്ചി ടെറസിൻ്റെ മുകളിലേക്കും പോകുന്നുണ്ട്. പക്ഷേ സച്ചി ഉറങ്ങുന്നില്ല. രേവതി പ്രാർത്ഥിച്ചിട്ട് കിടക്കും. സച്ചി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഞാനത് അവളോട് പറഞ്ഞാലോ, അല്ലാണ്ട് ഇതിങ്ങനെ എത്ര നാൾ പോവും, അവളിങ്ങനെ തെറ്റിദ്ധരിക്കുകയല്ലേ, എത്ര നാൾ ഇങ്ങനെ പോവും, അതുകൊണ്ട് അവളോട് ഇത് പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ വർഷേനോട് രേവതിയോട് പറയാൻ തന്നെയാണ് തീരുമാനിച്ചത്. രേവതിക്ക് കാരണം മിണ്ടുന്നില്ല, രണ്ടുപേരും പിണങ്ങി, രണ്ട് വഴിക്കായി. നമ്മളെ ചന്ദ്ര പറഞ്ഞ പോലെ കള്ളുകുടിയനും പൂക്കാരിയും രണ്ട് വഴിക്കായി, മിണ്ടുന്നില്ല. അപ്പോൾ സച്ചിക്കാണൊക്കെ സങ്കടം സഹിക്കാൻ പറ്റാണ്ടായിരുന്നു. കാരണം അവളോട് മിണ്ടാനോ അവളോട് സത്യം പറയാനോ നിവർത്തിയില്ല. അങ്ങനെ സത്യം തീരുമാനിക്കുക, ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ അത് അവളോട് പറയും, അവളത് അറിഞ്ഞാൽ ഇതിന്ന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ സച്ചി മനസ്സിൽ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ചെമ്പനീർ പൂവ് ആരും മിസ് ചെയ്യാണ്ട് കാണുക, നല്ല സ്റ്റോറി തന്നെയാണ്, രസമുണ്ട്. പിന്നെ എന്താ കുറച്ച് വെളുപ്പായിട്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ ചന്ദ്രയുടെയും രവിയുടെയും കാട്ടിക്കൂട്ടലുകളാണ്. പ്രായത്തിലും റൊമാൻറ്റിക്കാണ്, പക്ഷേ അതിപ്പോൾ എല്ലാവർക്കും കൊണ്ട് ദഹിക്കണം എന്നില്ലല്ലോ. എന്തായാലും ആരും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ എൻ്റെ രാധാസ് ഹോമിലി കിച്ചൺ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ എന്താ പറയുക, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും, ക്ഷമിക്കുക. കഥയാണ്, ഒരു വട്ടം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, അങ്ങോട്ട് ഡയലോഗൊന്നും അത്ര ക്ലിയർ ആവില്ല, എങ്കിലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു.